നമ്മുടെ ശരീരത്തിന് വേണ്ട ഹോർമോൺസാണ് ഇതൊക്കെ. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻസ്. ഇതാണ് ഹാപ്പി ഹോർമോൺസ്. നമ്മുടെ ശരീരത്തിൽ വേണം. എല്ലാവരും പറയാറില്ല, അയ്യോ എനിക്ക് ഡിപ്രഷൻ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ബോഡി തളർച്ച. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കല്ല, മനസ്സിലായോ? അതിനൊക്കെ ഇത് എന്താണെന്ന് പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക, ഇതെല്ലാം എനിക്കുണ്ടല്ലോ, അയ്യോ ഇതെല്ലാം എനിക്കുണ്ടല്ലോ എന്ന് വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നിങ്ങൾക്കങ്ങനെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ആകുമ്പം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അത് പ്രോബ്ലമാണെന്ന്. അപ്പം അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഹോർമോൺസ് ലെവൽ കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, സോഡിയം കുറവൊക്കെ നിങ്ങൾ ഡോക്ടറെ അടുത്തെല്ലാം പറയുന്നില്ലേ, കൊളസ്ട്രോൾ കൂടുന്നു, ഷുഗർ കൂടുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഇതുണ്ടാകുന്നത്. ഇത് ഒരുപാട് കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഡിപ്രഷനാണെന്ന് അവർ കണക്ക് കൂട്ടുന്നത്. നമുക്ക് സിംറ്റംസ് ഉണ്ടാവും. മീൻസ് പനി വരുമ്പോൾ എങ്ങനെയാണ്, പനി വരുമ്പോൾ നമുക്ക് തളർച്ചയും പിന്നെ ചൂടും പിന്നെ ചുമ വരും, ജലദോഷം, ഇങ്ങനെയെല്ലാം വരില്ല. അതുപോലെ ഡിപ്രഷനിലും ഉണ്ട്, മനസ്സിലായി? ഡിപ്രഷൻ വരുമ്പോൾ ഒരാളുടെ ബോഡി ഹെൽത്തിൽ, ബോഡിയിലും മെൻ്റലും, ബോഡിയിൽ എങ്ങനെയൊക്കെയാണ്, ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുക എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ അത് വീട്ടുകാരും പിന്നെ നിൻ്റെ തോന്നലെന്ന് പോയെന്ന് പറയും, ബന്ധുക്കളും പറയും. ഇനി ഞാൻ അടുത്ത വേറൊരു ടോപ്പിക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഡോപ്പമിൻ, ഇത് റിവാർഡ് കെമിക്കൽ. ഓക്സിറ്റോസിൻ, ഇത് ലവ് ഹോർമോൺ. പിന്നെ അടുത്ത് സെറാട്ടോണിൻ എന്ന് പറയുന്ന മൂഡ് സ്റ്റെബിലൈസർ. ഇത് എൻഡോർഫിൻസ് എന്ന് പറഞ്ഞാൽ ഇത് പെയിൻ റിലീവർ. ഇതുകൊണ്ടാണ് പറയുന്നത്, ചെറുതിലെ മുതലേ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അവർക്ക് ചെറിയ ചെറിയ ആഘോഷങ്ങൾ നടത്തണം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് കഴിക്കണം, ചെറിയ ചെറിയ മ്യൂസിക് കേൾക്കണം, പിന്നെ ഹഗ് ചെയ്യണം. ലവ് ഹോർമോൺ. ചെറിയ വിഷമങ്ങളൊക്കെ ചിലർക്ക് അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരെ ഹഗ് ചെയ്യണം, പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അവരെ ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് സമാധാനിപ്പിക്കുക, കെട്ടിപ്പിടിച്ചിട്ട്. അല്ലെങ്കിൽ നൊട്ടന്നോണയും പറയാനല്ല, അവരുടെ അടുത്ത് അതൊന്നും ചെന്ന് പറയരുത്, അവരതൊന്നും കേൾക്കാൻ നിൽക്കില്ല. പിന്നെ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കണം. പിന്നെ ലവ് ഹോർമോൺ വേണ്ടിയിട്ട് ഓക്സിറ്റോസിൻ കുറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ചെറിയ മൃഗങ്ങളെയൊക്കെ, പെറ്റിനെയൊക്കെ അവർക്ക് വളർത്താൻ കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്നേഹം അവർക്ക് കൂടുമെന്നാണ്. ഇനി സെറാട്ടോണിൻ, ഇതിനെല്ലാത്തിനും എക്സസൈസ് മസ്റ്റാണ്. 1/2 hour എക്സസൈസ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും, യോഗ മെഡിറ്റേഷൻ ചെയ്യുന്ന ഭയങ്കര നല്ലതായിരിക്കും. അത് കമ്പൽസറി പ്ലസ് എക്സസൈസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പ്ലസ് വേണം എക്സസൈസ്. പിന്നെ ഈറ്റ് മൂഡ് ബൂസ്റ്റിംഗ് ഫുഡ്സ്. അതെ, നല്ലോണം ഫുഡ് കഴിക്കാൻ എല്ലാത്തിലും ഇതിലെല്ലാം കുറഞ്ഞാലും അവർ ഡോക്ടർമാർ പറയും. പിന്നെ അടുത്ത് ഇത് പെയിൻ എക്സസൈസ്. ഗ്രോസ്ലി ലാഫ് ആൻഡ് ഔട്ട് ലോഡ്. പിന്നെ എൻജോയ് സ്പൈസി ഫുഡ് കഴിക്കാൻ. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ. ഇത് മെഡിറ്റേഷന് യോഗ എല്ലാത്തിലും നല്ലത് തന്നെ കേട്ടോ. ഇവരുടെ ഇതിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ചാടിക്കയറി ഓടിച്ചെന്നാൽ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് മെൻ്റലാണ്, ഇതൊന്നും മെൻ്റലൊന്നും അല്ല, മനസ്സിലായോ? ഡിപ്രഷൻ്റെ സ്റ്റേജുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഭാര്യയായാലും ഭർത്താവിനായാലും ഫ്രണ്ട്സിനായാലും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരാളെ കേൾക്കാനും ഒരാളെ സാന്ത്വനിപ്പിക്കാനും ഒക്കെയുള്ള മനസ്സ് നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടത് മസ്റ്റാണ്. അല്ലാണ്ട് കുറ്റവും കുറവും പറയുക, പിന്നെ ഈ തമ്മി അപവാദങ്ങൾ പറയുക ഒരാളെ കുറിച്ചിട്ട്, ഇതൊക്കെ ഒരാളെ ഡിപ്രഷനിലേക്ക് നയിക്കും കേട്ടോ. സമൂഹവും മനുഷ്യരെ ഒരു ഡിപ്രഷനിലേക്കും പിന്നെ ഡിസോർഡറിലേക്കും ഒരു വ്യക്തിയെ നയിക്കും. പിന്നെ ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റുള്ളവരെയും
മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ഇതാണ് നമ്മൾ മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്.